ാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുത്തിപ്പോയ ഒരുപാട് നിഅമത്തുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട നിഅമത്താണ് നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും. ഞാനൊരൊറ്റ സംഭവം പറയാം. നമ്മുടെ ഒരു മകന്റെ ഒരു മകളുടെ പ്രവർത്തനം ഒരു മാതാപിതാക്കൾക്ക് മരണാനന്തരം ലഭിക്കുന്ന അവർക്ക് അതിൻ്റെ ആ ഒരു ഖദർ മനസ്സിലാക്കാൻ വേണ്ടി മഹാന്മാരായ ഇമാം റാസി തങ്ങൾ തൻ്റെ തഫ്സീറുൽ കബീറിലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ജൗസി തങ്ങൾ അദ്ദേഹത്തിൻ്റെ അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ എന്ന ഗ്രന്ഥത്തിലും ഒക്കെ അങ്ങനെ പല ഇമാമിങ്ങളും ഉദ്ധരിച്ചൊരു സംഭവം മഹാനായ ഈസ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. മസീഹുല്ലാഹി ഈസ അലൈഹിസ്സലാം ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ്. ആ സമയത്ത് ഈ യാത്രയുടെ ഇടയിൽ അവിചാരിതമായ ഒരു ഖബറിന്റെ സമീപത്തു കൂടി ഈസ അലൈഹിസ്സലാം യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ആ ഖബറിലുള്ള ആള് മുഅദ്ദബായ അവസ്ഥയിൽ ഈസ നബി ദർശിക്കുകയാണ്. അതായത് ഖബറിലുള്ള ആളെ ഖബറിൽ അദാബിലായി കാണുകയാണ്. വലിയ ശിക്ഷ അനുഭവിക്കുന്ന അവസ്ഥയിലാണ് ഈസാ നബി അലൈഹിസ്സലാം ആ മനുഷ്യനെ കണ്ടത്. ഈസാ നബി അലൈഹിസ്സലാം സ്വാഭാവികമായും ആ ഖബർ ശ്രദ്ധിക്കുമല്ലോ. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം അതേ വഴിയിലൂടെ ഈസാ അലൈഹിസ്സലാം മടങ്ങി വരികയാണ്. അപ്പോൾ ഈ മനുഷ്യന്റെ ഖബറിൽ വളരെ സുഖസൗകര്യങ്ങളോടുകൂടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരവസ്ഥയുമല്ല. ഇയാൾ വളരെ നല്ലൊരവസ്ഥയിലാണ് ഈസാ നബി അലൈഹിസ്സലാം കാണുന്നത്. അതെങ്ങനെ കാണാന്ന് ചോദിക്കണ്ട, ഈസാ നബിയാണ്, അതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയാ. അതെങ്ങനെ കാണാന്ന് ചോദിക്കുന്ന ആളുകൾ ഈ സദസ്സിൽ പോലും ഇരിക്കാൻ യോഗ്യരല്ല. ഈസാ നബി അലൈഹിസ്സലാം ഈ അവസ്ഥ കണ്ടപ്പോൾ വലിയ അത്ഭുതമായി. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുമ്മ മറർതു ആമ അവ്വലി ബിഹാദൽ ഖബർ. പടച്ചോനെ, കഴിഞ്ഞ വർഷം ഞാൻ ഈ ഖബറിന്റെ അടുത്ത് കൂടെ യാത്ര ചെയ്യുമ്പോ ഈ മനുഷ്യൻ വല്ലാതെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ ഞാൻ ഈ ഖബറിന്റെ സമീപത്ത് എത്തുമ്പോൾ കാണുന്നത് ഇയാൾ വലിയ നിഅമത്തിലായിട്ടാണല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസ നബി അലൈഹിസ്സലാമിന് വഹ്യ് നൽകി. ഈസ നബിയെ, ഇദ്ദേഹം മരണപ്പെടുന്ന സമയം അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യ ആ കുട്ടിയെ പ്രസവിക്കുകയും വളർത്തുകയും ചെയ്തു. വളർത്തി എന്ന് മാത്രമല്ല, ശരീഅത്തിന്റെ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഗുരുനാഥന്റെ സമീപത്ത് കൊണ്ടുപോയി ഇരുത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഗുരുനാഥന്റെ വായിൽ നിന്ന് ഉച്ചരിച്ചത് ഈ കുട്ടി ഏറ്റു ചൊല്ലിയപ്പോ ദുനിയാവിൽ വെച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ കുട്ടി ചൊല്ലുമ്പോ ആ കുട്ടി ഉണ്ടാകാൻ കാരണക്കാരനായ ഈ പിതാവിനെ ഖബറിൽ ശിക്ഷിക്കാൻ ഞാൻ ലജ്ജിച്ചു ഈസ നബിയേ. അതുകൊണ്ട് തന്നെ ആ മകന്റെ ഈ അമലിന്റെ ഫലമായി ഇദ്ദേഹത്തിന്റെ സകല ദോഷങ്ങളും ഞാൻ പുറത്തു കൊടുത്തുവെന്ന് ഈസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി അറിയിച്ചു. മക്കൾ അവരുടെ പ്രവർത്തനങ്ങൾ എത്രമാത്രം മാതാപിതാക്കൾക്ക് മരണാനന്തരം ഗുണം ലഭിക്കും എന്നറിയാൻ ഇതിനേക്കാൾ ഒരു ഉദാഹരണത്തിന്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരൊറ്റ നിബന്ധന മാത്രമാണ്, നമ്മുടെ മക്കൾ അതിന് പ്രാപ്തരാവുക എന്നതാണ്. ഒരുപാട് സംഭവങ്ങളും ഒരുപാട് ഹദീസുകളും ആസാറുകളും ഈ വിഷയത്തിൽ നമുക്ക് പറയാൻ സാധിക്കും, കാണാനും സാധിക്കും. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമു തരട്ടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരൊറ്റ നസീഹയുടെ ഈ ഒരു സദസ്സ് കൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു സദസ്സിൽ നിന്ന് നമുക്ക് കിട്ടിയ ബഖയ്യത്ത് എന്താന്ന് ചോദിച്ചാൽ, ഈ ബഖയ്യത്ത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മുൻഗാമികളായ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, മുൻഗാമികളായ ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്നവർ, മുഅ്മിനീങ്ങളായ ആളുകളോട് ഖൽബിൽ ഗില്ലില്ലാത്തവർ, വെറുപ്പില്ലാത്തവർ, അങ്ങനെയുള്ള ഒരു ജനതയായി നമ്മൾ മാറണം. മുൻഗാമികളായ ആളുകൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള മാനസികാവസ്ഥയിൽ നമ്മൾ എത്തണം.
അതാ മാത്രമാണ് ഇന്നത്തെ ഈ നസീഹ കൊണ്ട് ഞാൻ ലക്ഷ്യമിടുന്നത്. അതിന് നമ്മൾ പ്രാപ്തരാവണം. നമ്മുടെ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും വിലയും അവരുടെ സ്ഥാനവും അവരുടെ ഹയാത്ത് കാലത്ത് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഒരു പക്ഷേ ഈ സദസ്സിലിരിക്കുന്ന പ്രായമായ ആളുകൾക്ക് ഒരു മാതാവും ഒരു പിതാവും അവൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗവും ആ മക്കൾക്ക് വേണ്ടി അവരനുഭവിച്ച മാനസിക വേദനകളും നൊമ്പരങ്ങളും പ്രായമുള്ള ആളുകൾക്കൊരു പക്ഷേ മനസ്സിലാവും. നമ്മൾ ചെറിയ കുഞ്ഞുമക്കളുള്ള ആളുകൾ അതിപ്പോൾ ഒരു ആനന്ദത്തിൻ്റെ കാലഘട്ടമാണ്. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും വില അറിയാത്തവരാണ് നമ്മിൽ പലരും. ഒരു പക്ഷേ ഈ സദസ്സിൽ തന്നെ അല്ലാഹു കാക്കട്ടെ ഉമ്മാനോട് ഉപ്പാനോട് പല കാരണങ്ങളുടെ പേരിൽ അലോഗ്യത്തിൽ കഴിയുന്ന ആളുകളുണ്ടാവാം. ഈ ദുബൈയിൽ വെച്ച് പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോട് നേരിൽ പറഞ്ഞ ആളുകളുണ്ട്, ഉമ്മാനോടും മിണ്ടാത്ത മക്കള്, ഉപ്പാനോടും മിണ്ടാത്ത മക്കള്, ഭാര്യയുടെ പേരും പറഞ്ഞ് ഭാര്യയും ഉമ്മയും തമ്മിലുള്ള പ്രശ്നം പറഞ്ഞ് അതിൻ്റെ പേരിൽ മാതാപിതാക്കളോട് മനസ്സിൽ വെറുപ്പ് വെച്ച് നടക്കുന്ന ആളുകൾ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണോ, അവര് ഹയാത്തിലുള്ള കാലത്ത് അവരുടെ വില നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ എനിക്കുറപ്പാണ്, ഈ സദസ്സിൽ മാതാവോ പിതാവോ നഷ്ടപ്പെട്ട ഒരാളുണ്ടെങ്കിൽ മരണശേഷമാണ് ആ മാതാവും പിതാവും എന്ന വിളക്കുമാടം വീടിന്റെ തിണ്ണയിലിരുന്നതിന്റെ സുഖം നമുക്ക് നഷ്ടപ്പെട്ടതിന്റെ വേദന തിരിച്ചറിയുക. അത് നമ്മുടെ വീട്ടിലൊരു വിളക്ക് തന്നെയാണ്. ആ വിളക്ക് നമ്മിൽ നിന്ന് അസ്തമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി അവർ ചെയ്ത ത്യാഗത്തിന്, നമുക്ക് വേണ്ടി അവർ ചെയ്ത സഹിച്ച പ്രയാസങ്ങൾക്ക്, വിഷമങ്ങൾക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരേ ഒരു കാര്യം അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നതാണ്. അവർക്ക് വേണ്ടി ഖുർആൻ ഓതുക എന്നതാണ്. എന്നിട്ട് അവർക്ക് ഹദിയ ചെയ്യുക എന്നതാണ്. അവരുടെ പേരിൽ സ്വതക്ക ചെയ്യുക എന്നതാണ്. ഓരോ ദിവസവും എൻ്റെ ഉപ്പാന്റെ ഖബറിലേക്ക്, എൻ്റെ ഉമ്മാന്റെ ഖബറിലേക്ക് എന്നിലൂടെ ഒരു സൽക്കർമ്മം എത്തണം എന്ന് നമുക്ക് മനസ്സിലൊരു ബോധം വേണോ. അത് നമ്മുടെ ദിനചര്യയായി മാറണം. മൻകാന വാലിദുഹു ഹയ്യം ബിആഫിയതി ഫൽയഹ്മദില്ലാഹ ലാ ശൈഉൻ കമിസ്ലി അബീ. ഈ അടുത്ത് ഞാൻ കണ്ടൊരു കവിതയാണിത്. ഈ കവിത ഒരു 5-6 വരിയുണ്ട്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഈ കവിത ചൊല്ലിയപ്പോഴൊക്കെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിട്ടുണ്ട്. ഈ കവിത ആരെ എഴുതിയതാണ് എന്നെനിക്കറിയില്ല. എവിടെയോ കണ്ടപ്പോൾ ഞാനത് അപ്പടി കുറിച്ചു വെച്ചു മാസങ്ങൾക്ക് മുമ്പ്. ഈ കവി വളരെ അർത്ഥവത്തായ ഒരു കവിതയാണ്. ഉമ്മ ഉപ്പ എന്ന് പറയുന്ന 2 വിളക്കുകൾ, നമ്മുടെ വീടിന്റെ പ്രകാശങ്ങൾ. ആ പ്രകാശം നമ്മിൽ നിന്ന് അസ്തമിച്ചു പോയതിന്റെ വേദന അറിയുന്ന ആളുകൾക്കറിയും, നഷ്ടപ്പെട്ടവർക്ക്. ഉമ്മയും ഉപ്പയും ഹയാത്തിലുള്ളവർക്കത് തിരിച്ചറിയാൻ ഒരു പക്ഷേ ഈ കവിത ഉപകരിച്ചേക്കാം. ആരുടെയെങ്കിലും മാതാവോ പിതാവോ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവന് അല്ലാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ. ലാ ശൈഉൻ കമിസ്ലി അബീ. ഉപ്പാനെ പോലെ ഒരു വസ്തുവും തന്നെ ഇല്ല കേട്ടോ. പിതാവിന് തുല്യമായി മറ്റൊന്നുമില്ല കേട്ടോ. മാതാവിന്റെ മഹത്വങ്ങൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഉമ്മാന്റെ ഫളായിലുകൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഉമ്മാനെ കുറിച്ച് വഅദ് പറയുന്ന 100 നാവുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ വിസ്മരിച്ചു പോകുന്ന ഒരു മുഖമുണ്ട്. ഉപ്പാക്ക് ഉപ്പാനെ കുറിച്ച് പറഞ്ഞോളണമെന്നില്ല. ഉപ്പാനെ കുറിച്ച് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഉപ്പാക്ക് പ്രശ്നമില്ല. അത് ഉപ്പ എന്ന ഒരു വികാരമാണ്. പിതാവ് എന്നത് തന്നെ അങ്ങനെയാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. നെഞ്ചിന്റെ ഉള്ളിൽ ഒതുക്കി നടക്കാൻ പ്രാപ്തിയുള്ള ഒരു പ്രത്യേക ജീവി, അതാണ് ഒരു പിതാവ് എന്ന് പറയുന്നത്. മാതാവ് മറ്റൊരവസ്ഥയിലാണ്. ഈ കവിത ഒരു പിതാവിൻ്റെ സ്ഥാനത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് ഉപകരിക്കും. മരിച്ചുപോയ ഉപ്പമാർക്ക് വേണ്ടി നിങ്ങൾക്കൊരു ദിവസവും പോലും മുടങ്ങാതെ ഫാത്തിഹ ഓതാനും യാസീൻ ഓതാനും ദുആ ചെയ്യാനും നിങ്ങളെ ഈ കവിത പ്രാപ്തരാക്കും.
ജീവിച്ചിരിക്കുന്ന ഉപ്പമാരോട് ഏതെങ്കിലും നിലക്ക് വെറുപ്പോ വിഷമമോ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരുണ്ടെങ്കിൽ ഉപ്പാന്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കാൻ ഒരുപക്ഷേ ഈ കവിത നിങ്ങൾക്ക് ഉപകരിക്കും. മൻകാന വാലിദുഹു ഹയ്യം ബിആഫിയതി ഫൽയഹ്മദില്ലാഹ ലാ ശൈഉൻ കമിസ്ലി അബീ ലസൗതുഹു ഫീ നവാഹി الدار رهبته بالنصح والوعظ والتوجيه والأدب باللمس طفل يربيني وينصحني أبكي وأطلب أضعافا من اللعب وإن أتى والدي من شغله تعبا أقول بابا فينسى بالغ التعب واليوم صرنا كبارا في منازلنا لكن ظلوا صغارا في عيون أبي ولم يخلف لنا مالا ولا ذهبا لكن وجود أبي أغلى من الذهب. പിതാവ് നഷ്ടപ്പെട്ടവർക്ക് ഈ പറയുന്നതിൻ്റെ വ്യഥ അറിയും. ഉപ്പ ഹയാത്തിലുള്ള ആളുകൾ അവരുടെ വലുപ്പം തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. ഉപ്പ ഹയാത്തിലുള്ളവർ, ആഫിയത്തോടെ ജീവിച്ചിരിക്കുന്നവരുള്ളവർ അല്ലാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ. ലസൗതുഹു ഫീ നവാഹിൽ ദാരി റഹ്ബതുഹു. പിതാവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് വീടിന്റെ നാനാദിക്കുകളിലും പിതാവിന്റെ ഗൗരവമേറിയ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. ബിന്നുസ്ഹി വൽ വഅളി വത്തൗജീഹി വൽ അദബി. ഉപദേശിച്ചുകൊണ്ടും ശകാരിച്ചുകൊണ്ടും താക്കീത് ചെയ്തുകൊണ്ടും ന്യായീകരിച്ചുകൊണ്ടും. ചിലപ്പോൾ ഉപ്പ നമുക്ക് വേണ്ടി ന്യായം പറയും, ചിലപ്പോൾ ഉപ്പ നമുക്ക് എതിരായിട്ട് വാദിക്കും, ചിലപ്പോൾ ഉപ്പ നമ്മെ ഉപദേശിക്കും, ചിലപ്പോൾ ഉപ്പ നമുക്ക് അദബ് പഠിപ്പിച്ചു തരും. ഇങ്ങനെ ഉപ്പ ഹയാത്തിലുള്ള കാലം വീടിന്റെ നാനാദിക്കുകളിലും പിതാവിന്റെ സ്വരം വിവിധ രൂപത്തിൽ നിങ്ങൾക്ക് കേൾക്കാം. ആ സമയത്ത് നിങ്ങൾക്കത് അരോചകമാണ്. ഉപ്പാന്റെ ശബ്ദം ഒന്നും മിണ്ടാതിരുന്നോട് എന്ന് നിങ്ങൾ പറഞ്ഞു പോകും. ഉപ്പാക്ക് വേണ്ടി നിങ്ങൾ പല നിലക്കും ഉപ്പാനോട് നിങ്ങൾ പ്രകോപിതരായിട്ടുണ്ടാകും. അത് നിങ്ങൾക്ക് പ്രകോപനം സൃഷ്ടിച്ചേക്കാം. പക്ഷേ ഒരു ദിവസം ആ ശബ്ദമൊന്ന് നിലച്ചു നോക്കണോ, വീട് ഉറങ്ങിപ്പോകുന്നതാണ്. ഒരു ദിവസം ആ ശബ്ദം കെട്ടടങ്ങിയാൽ ആ വീട് രാജ്യമില്ലാത്ത, രാജാവില്ലാത്ത രാജ്യമായി മാറും, നാഥനില്ലാത്ത കളരിയായി മാറും. അന്ന് നിങ്ങൾ തിരിച്ചറിയും, ഉപ്പ സുഖമില്ലാത്ത ആളാണെങ്കിലും സിറ്റൗട്ടിൽ ഉപ്പ വെറുതെ ഇരുന്നാൽ മതി, ആ വീടിനുണ്ടായിരുന്ന പ്രകാശം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ബിൽ അംസി തിഫ്ലുൻ യുറബ്ബീനി വയൻസഹുനി. ഇന്നലെ ഞാൻ കുട്ടിയായിരുന്ന സമയം ഉപ്പ എന്നെ തെർബിയത്ത് ചെയ്തു, വളർത്തി. തെർബിയത്ത് എന്ന് പറഞ്ഞാൽ ഓരോ ഘട്ടം കഴിയുമ്പോഴും കൈ വളരുന്നോ, കാല് വളരുന്നോ, ആവശ്യമായ സമയത്ത് നമുക്ക് ഉയർച്ചയുണ്ടാകുമ്പോൾ, ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരഘടനകൾ മാറി വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് പിതാവ് നമ്മളെ തർബിയത്ത് ചെയ്യും. മാത്രമല്ല വയൻസഹുനി, എൻ്റെ ഉപ്പ എന്നെ ഉപദേശിക്കുകയും ചെയ്യും. അബ്കി വ അത്ലുബു, ഞാൻ കരയും, ഞാൻ എൻ്റെ ഉപ്പാനോട് ആവശ്യപ്പെടും. അദ്ഗാഫം മിനൽ ലുഅബി, എത്രയോ കണക്കില്ലാത്ത കളിപ്പാട്ടങ്ങൾ എൻ്റെ ഉപ്പാനോട് ഞാൻ ആവശ്യപ്പെടും. എന്ത് ചോദിച്ചാലും ഉപ്പാക്ക് സാധ്യമല്ല എന്ന് പറയാറില്ല. ഇന്ന് നമ്മുടെ മക്കളൊക്കെ അനുഭവിക്കുന്ന വലിയൊരു നിഅമത്തും ഒരു തന്നെയാണ്. നമ്മുടെ ഉപ്പമാരൊക്കെ
നമ്മേക്കാൾ ദുആക്ക് അർഹരാണ്. സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർ നമ്മളെ പോറ്റിയത്. വളരെ ചെറിയ പൈസക്ക് ശമ്പളത്തിന് ജോലി ചെയ്തുകൊണ്ട് രാവും പകലും ഇരുതലയും മുട്ടിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ആരോരും അറിയാതെ മറ്റുള്ളവരോട് കടം വാങ്ങിയിട്ടെങ്കിലും വീട്ടിലറിയാതെ ഉപ്പ അവിടെയുള്ള വയറുകൾ പോറ്റിയത്, വിദ്യാഭ്യാസം നടത്തിയത്. അതിനൊന്നും നമ്മൾ ഒന്നും തിരിച്ചു കൊടുത്തിട്ടില്ല, ഒന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. ഒരാൾ പോലും ഉപ്പാനൊരു താങ്ക്സ് എന്ന് ഫോർമാലിറ്റിക്ക് പോലും പറയാറില്ല. ഒരു മകളിൽ നിന്ന് ഉപ്പ അത് പ്രതീക്ഷിക്കൊന്നുമില്ല. അവർക്ക് എന്റെ ആവശ്യമില്ല. بالأمس طفل يربيني وينصحني أبكي وأطلب أضعافا من اللعب وإن أتى والدي. എൻ്റെ ഉപ്പ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നാൽ മിൻ ശുഅലിഹി തഅബാ, ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് പരവശനായി അവശനായി എൻ്റെ ഉപ്പ വീട്ടിലേക്ക് കയറി വന്നാൽ അഖൂലു ബാബാ, ഉപ്പാന്റെ മുഖത്ത് നോക്കി ഉപ്പ എന്ന് ഞാൻ വിളിച്ചാൽ, ബാപ്പാ എന്ന് ഞാൻ വിളിച്ചാൽ, കൂലിപ്പണി ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് ശരീരത്തിൽ മരത്തിന്റെ കറകൾ, മണ്ണിന്റെ ചെളികൾ, ചെളി പിടിച്ച് മണ്ണ് പിടിച്ച് വിയർത്ത് നാറി അവശനായി കേറി വരുന്ന പിതാവിനോട് മകൻ കേറി ഉപ്പ എന്ന് വിളിച്ചാൽ അതോടുകൂടെ എൻ്റെ ഉപ്പ എല്ലാ ക്ഷീണവും മറന്നുപോയി, എല്ലാ ക്ഷീണവും വിഷമവും മറന്നുപോയി. ഈ ഒരൊറ്റ വിളി കാരണം വല്യൗമ സിർനാ കുബാറൻ ഫീ മനാസിലിനാ, ഇന്നിതാ നമ്മളൊക്കെ വലിയ വലിയ ആളുകളായി, സംഘടനാ പ്രവർത്തകരായി, നേതാക്കളായി. ഉപ്പാന അറിയുന്ന ആളുകളെക്കാൾ കൂടുതൽ നമ്മെ പല ആളുകളും അറിയാൻ തുടങ്ങി. നമ്മളൊക്കെ വലിയ പൈസക്കാരായി, എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാൻ പ്രാപ്തരായി. നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മളൊക്കെ വലിയ വലിയ ആളുകളായി. പക്ഷേ ഉപ്പാന്റെ കണ്ണിൽ എന്റെ ഉപ്പാന്റെ കണ്ണിൽ ഞാനിപ്പോഴും അന്നത്തെ ആ 6 വയസ്സുള്ള കുട്ടിയാണ്. എന്റെ ഉപ്പാന്റെ കണ്ണിൽ ഞാനിപ്പോഴും അന്നത്തെ 5 വയസ്സുള്ള കുട്ടിയാണ്. ഈ ബോധം നമ്മൾ തിരിച്ചറിയണം. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഒരു പിതാവിനും അവന്റെ കുട്ടികൾ വലുതാവാറില്ല. നമ്മൾ പൈസക്കാരായി, നേതാക്കളായി, നമ്മളൊക്കെ സൗകര്യമുള്ളവരായി നമുക്ക് തോന്നാണ്. അതുകൊണ്ട് നമ്മളെ ഉപ്പ നമ്മളോട് സംസാരിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം, ഉപ്പാന്റെ അടുത്ത് ഞാൻ എപ്പോഴും പഴയ ചെറിയ കുട്ടിയാണ് എന്ന്. ഇപ്പോഴും നമ്മളെ ഉപദേശിക്കും ഉപ്പ. ഈ സമയത്തും ദുബൈയിലേക്ക് പോകാൻ വേണ്ടി പല പ്രാവശ്യം ആ വീട്ടിൽ നിന്ന് ദുബൈയിലേക്ക് ഇറങ്ങിയ മകനാണെങ്കിലോ ഇന്നും ഇറങ്ങുമ്പോൾ ഉപ്പ പറയാണ്, മോനെ ശ്രദ്ധിക്കണട്ടോ, ഇത് പറയാൻ ലോകത്ത് വേറെ ഒരാളും ഉണ്ടാവില്ല. ഹയ്യായി ജീവനോടെ പിതാവുള്ള ആളുകൾ ഈ മധുരം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ വിലയറിയില്ല. നാളെ നിങ്ങളുടെ ഉപ്പ പോയാൽ ഈ ചോദ്യം നിങ്ങൾക്ക് ആദികളിൽ കേൾക്കാതിരുന്നാൽ അന്നാണ് നിങ്ങളുടെ ഉപ്പാന്റെ വില നിങ്ങൾ തിരിച്ചറിയുക. ഞാൻ പറഞ്ഞല്ലോ, ജീവിച്ചിരിക്കുന്ന ഉപ്പമാരുണ്ടെങ്കിൽ അവരുടെ കാൽക്കൽ വീഴണേ. മരണപ്പെട്ടു പോയ ഉപ്പമാരുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മളെ കൊണ്ടൊരു ഫാത്തിഹ, നമ്മളിലൂടെയുള്ള ഒരു യാസീൻ അവരുടെ ഖബറിലേക്ക് ചെല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാകാൻ പാടില്ല. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അതവിടെ എത്തിക്കുകയും അതിലൂടെ നമ്മുടെ ഉപ്പാന്റെ ദറജ വർദ്ധിക്കുകയും മാത്രമല്ല, ഖബറാളികളുടെ ഇടയിൽ തന്നെ നമ്മുടെ ഉപ്പാക്ക് ഒരു സൽപ്പേരും ഉണ്ടാവുകയും ചെയ്യും. സംഭവങ്ങൾ കുറെ പറയാണ്ട്, സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. പിതാവിന് വേണ്ടി മകന് ഫാത്തിഹ ഓതി, യാസീൻ ഓതി, ഖുർആൻ ഓതി ദുആ ചെയ്താൽ ഖബറാളികളുടെ ഇടയിൽ അത് ചർച്ചയാണ്. നമ്മുടെ ഉപ്പ ഖബറിൽ ഇസ്സത്തിലാവുകയാണ്. ഇത് കാണുമ്പോൾ മറ്റുള്ള അർവാഹികൾ ചോദിക്കുകയാണ്. നമ്മുടെ ഉപ്പ അഭിമാനത്തോടെ പറയാണ്, എൻ്റെ മോന്റെ ദുആയാ, എൻ്റെ മോന്റെ യാസീനാണ്,
എൻ്റെ മോൻ്റെ ഖത്മാണ്, എൻ്റെ മോൻ എനിക്ക് വേണ്ടി സ്വതക്ക ചെയ്തതാ എന്ന് ഉപ്പ പറയുമ്പോൾ അഭിമാനമുണ്ടാകും. ഇത് ദീനാണ്. മഹാന്മാരായ ഇമാമിങ്ങളുടെ ചരിത്രത്തിൽ ഇതുപോലുള്ള ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാം. സമയക്കുറവ് കൊണ്ടാണ് ഞാൻ പറയാതെ പോയത്. വലം യുഖല്ലിഫ് ലനാ മാലം വലാ ദഹബാ. ഉപ്പ നമുക്ക് വേണ്ടി സമ്പത്തൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. എൻ്റെ പിതാവ് മരണപ്പെടുമ്പോ ഞങ്ങൾ ഉപ്പാന്റെ പെട്ടിയൊക്കെ അരിച്ചു പെറുക്കി നോക്കി. ഉപ്പാന്റെ പെട്ടി ഞങ്ങൾ അരിച്ചു പെറുക്കുമ്പോ ഉപ്പാന്റെ പെട്ടിയിൽ ആകെയുള്ളത് സുഖമില്ലാതെ കിടന്ന സമയത്ത് ഓരോ സുഹൃത്തുക്കളും മറ്റും വന്നുകൊണ്ട് ഉപ്പാക്ക് ഹദിയയായിട്ട് കൊടുത്ത 7500 രൂപയാണ്. അതാണ് ഉപ്പാന്റെ ആകെ സമ്പാദ്യം. അത് തലയണ്ണന്റെ ചോട്ടിലുണ്ട്. ഉപ്പാന്റെ പെട്ടി ഞങ്ങൾ നോക്കിയപ്പോ ഏകദേശം ആളുകളുടെ കണ്ണ് നിറഞ്ഞുപോയി. 5ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയം മദ്രസയിൽ ദഫിൽ പങ്കെടുക്കുമല്ലോ. 5ാം ക്ലാസ്സിൽ മദ്രസയിൽ ദഫ് കളിച്ചപ്പോ അതിന് ഞങ്ങൾക്ക് ദഫിന് മത്സരത്തിന് പോയോടുത്തുനിന്ന് ഓരോ സർട്ടിഫിക്കറ്റ് തന്നിരുന്നു. എൻ്റെ ഓർമ്മയിൽ പോലും അതില്ല. 5ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ദഫിന്റെ സർട്ടിഫിക്കറ്റ് ഉപ്പയുണ്ട് നിധി പോലെ ഭദ്രമായി സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഇതാണ് പിതാവെന്ന് പറയുന്നത്. അവരുടെ ഹൃദയത്തിൽ നമ്മൾ കാണാത്ത വലിയ സ്ഥാനം അവർ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇത് തിരിച്ചറിയാതെ നാം അവരോട് സംസാരിക്കുമ്പോൾ ആ ഹൃദയത്തിനുണ്ടാകുന്ന വേദനകളെ നാം തിരിച്ചറിയണം. മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് അവരെ നമ്മൾ സന്തോഷിപ്പിച്ചു കൊണ്ടേയിരിക്കണോ. ഇല്ല, അവര് നമുക്ക് വേണ്ടി സമ്പാദ്യങ്ങളൊന്നും തന്നിട്ടില്ല. വലഅദഹബാ, സ്വർണ്ണ കൂമ്പാരങ്ങളും അവർ തന്നിട്ടില്ല. പക്ഷേ ലകിൻ വജൂദു അബീ അഗ്ലാ മിനൽ ദഹബി. പക്ഷേ എൻ്റെ പിതാവിൻ്റെ സാന്നിധ്യം അത് സ്വർണ്ണ കൂമ്പാരങ്ങളെക്കാൾ എനിക്ക് വിലപ്പെട്ടതാണ്. എത്ര മനോഹരമായാണ് ആ കവി ഇത് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. ഈ നസ്വീഹ എന്ന ഈ മഹത്തായ പരിശുദ്ധമായ ഈ മജ്ലിസിൽ ഇന്നത്തെ നമുക്ക് കിട്ടേണ്ട ഒരു ബഖയ്യത്ത്, എല്ലാ ദിവസവും ജീവിച്ചിരിക്കുന്ന ഉപ്പമാരെ നമ്മൾ സന്തോഷിപ്പിക്കണം, ഉമ്മമാരെ സന്തോഷിപ്പിക്കണം, അവരുമായി സംസാരിക്കണം, ദുആ ചെയ്യണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അവരോട് ദുആ ചെയ്യിപ്പിക്കണം. മരിച്ചുപോയ മാതാപിതാക്കളാണെങ്കിൽ ഖബറിൽ അവരെ സന്തോഷിപ്പിക്കണം. അതിനു വേണ്ടി നമ്മൾ വേണ്ട അമലുകൾ ചെയ്തു കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ.